ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ കോഴിക്കറിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കനിലേക്ക് 2 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കളറിനായി 6-7 പിരിയൻ മുളകും എരിവിനായി 20-25ഓളം വറ്റൽമുളകും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. നന്നായി നിറം മാറിയ മുളക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മല്ലിയും കൂടി വറുത്തെടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 3 സ്പൂൺ മല്ലി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. മല്ലിയുടെ നിറം നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ അരപ്പിനായി ചുട്ടെടുത്ത 2 മുറി തേങ്ങയും കൂടി ആവശ്യമാണ്. 2 മുറി തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. ഇതിലേക്ക് ചുട്ടെടുത്ത 2 സവാള, 1 സ്പൂൺ പൊടിച്ച പുളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്തു വച്ചിരിക്കുന്ന മല്ലി, മുളക്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നമുക്കിനി ഈ അരപ്പ് ഒരു മൺപാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. മൺപാത്രം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അരപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നാടൻ കോഴിയായതിനാൽ വേവ് കുറച്ച് അധികമാണ്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു വന്ന ചിക്കനിലേക്ക് 1 മുറി തേങ്ങാപ്പാലും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി മറ്റൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 2 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറം മാറി വരുമ്പോൾ 5-6 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. സവാളയും കറിവേപ്പിലയും നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് മാറ്റാം. ഇവിടെ സ്വാദിഷ്ടമായ നാടൻ കോഴിക്കറി തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.